ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. മുട്ട വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചെറുതായി മുറിച്ചതാണ് കേട്ടോ. മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ 3 എടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ചെറുതായി മുറിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ഈ ഒരു സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഈ ഒരു സവാള മുഴുവനായിട്ട് വാടി കിട്ടേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഭാഗത്തോളം ആയാൽ മതി കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ പകുതിയോളം സവാള ഒന്ന് വാടി കിട്ടും. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില മുറിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ആ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് പേസ്റ്റ് ചേർക്കുന്നതിനേക്കാൾ നല്ലത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റോളം തന്നെ ഇളക്കി കൊടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂണോളം എടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ പച്ചമുളക് ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ എരിവ് നോക്കിയിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതായത് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 20 സെക്കൻഡോളം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കൂടുതലായിട്ട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ മല്ലിയിലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ആദ്യം ഒഴിച്ചു കൊടുക്കണം, എന്നിട്ട് വേണം കേട്ടോ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ചേർത്തിട്ടാണ് ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരിക്കലും കൂടിപ്പോവരുത്. 1/4 ടീസ്പൂണിൻ്റെ താഴെ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദക്ക് 1 കോഴിമുട്ടയും അതുപോലെ തന്നെ 1 കപ്പ് പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എത്രത്തോളം ലൂസാണ്, അതായത് എത്രത്തോളം തിക്കാണെന്നുള്ളത് അറിയാം. കണ്ടോ, നല്ല ലൂസും അല്ല നല്ല തിക്കും അല്ല, ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാട്ടോ, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഫില്ലിങ്സ് തയ്യാറാക്കിയ ആ ഒരു മസാലയിലും ഉപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് 2-3 കോഴിമുട്ടയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതേപോലെ റൗണ്ടിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നെയ്യില്ലെങ്കിൽ ഓയിലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം.
നല്ലപോലെ ഒന്ന് മെൽറ്റായതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ആ ഒരു ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയം മുതൽ ഇത് കുക്കാകുന്ന സമയം വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ കണ്ട നെയ്യൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഞാനിതവിടെ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയുടെ ഫില്ലിങ്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും മൈദയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, മുട്ട വെച്ചിട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 സവാള വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് വലിയ സവാളയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഈ സവാളയുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. അപ്പോഴുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളിത് കഴിക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ പരമാവധി എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ മസാല എല്ലാ വശത്തും ഒരുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടൻ്റെ പീസുകളൊക്കെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഈ ഒരു പീസൊക്കെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും മുട്ടയുടെ പീസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല സൈഡ് വശത്ത് കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. സെൻറ്റർ വശത്താണ് ഞാനത് വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ആ മുട്ട പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെറും 10 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ. കൂടുതൽ മെനക്കേടൊന്നുമില്ല. അപ്പോൾ മുട്ടയും മൈദയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഫില്ലിങ്സൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി വന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്ര ലൂസുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒലിച്ച് പോവാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. മുട്ടയും മൈദയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും. എത്രത്തോളം വേവാൻ ടൈമുണ്ടോ അത്രത്തോളം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ കുക്കിംഗ് സമയം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ സെൻറ്റർ വശം കുക്കായിട്ടില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതും കുക്കായി കിട്ടും. അപ്പോൾ ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം പിന്നീടാണ് ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിവശമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സ്. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു സൈഡ് നല്ലപോലെ കുക്കായി കിട്ടും. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നല്ല തണുത്തിട്ട് കഴിക്കണേക്കാളും ടേസ്റ്റ് മുട്ട ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടോടുകൂടെ കഴിക്കുന്നതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു സ്നാക്സ് കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ മുട്ടയും മൈദയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.